ആളുകൾ ഖുർആനെ സംബന്ധിച്ചും അതുപോലെ പരലോകത്തെ സംബന്ധിച്ചുമുള്ള സംശയത്തിലും അതൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിലാണ് മുശ്രിക്കുകളൊക്കെ നിൽക്കുന്നത്. അതിനെപ്പറ്റിയാണ് ചർച്ച തുടങ്ങുന്നത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്കൊരു പരലോകം വരാനുണ്ട്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിനെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു ഈ മുശ്രിക്കുകളും കുഫാറുകളെല്ലാം. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഖൽബിലൊക്കെ തിന്മകളോട് താല്പര്യം തോന്നുമ്പോഴും എന്തെങ്കിലും തിന്മ നമ്മൾ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് പരലോകത്തിലുള്ള വിശ്വാസത്തിൽ കുറവാണ്. അള്ളാഹുവിനും പരലോകത്തിലുള്ള വിശ്വാസത്തിൽ കുറവാണ്. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോ കുഫാറുകൾ പറഞ്ഞ വാക്കാണ് ദാലിക റജ്ഉൻ ബഈദ്. ഇങ്ങനൊരു മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ ഈ പറയുന്നത്? മൊത്തം ഒന്നുമല്ലാതെ ആയി തീർന്നിട്ട് ഞങ്ങളെല്ലാം നുരുമ്പിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മടങ്ങി വരവ് ഉണ്ടാകുകയെ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള വാക്ക്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടങ്ങുന്നത്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും. നാം അറിയുന്നുണ്ട് അവരിൽ നിന്ന് ഭൂമി ചുരുങ്ങുന്നത് നാം അറിയുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇബ്നു റഹിമഹുല്ലാഹ് പറയുന്നത് കബീറു മഅന, വലിയ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണത്. ഫൈനഹു സുബ്ഹാനഹു ജഅല ഹാദാ ജവാബൻ ലിസുആലിൻ മുഖദ്ദറിൻ. മുഖദ്ദറായിട്ടുള്ള ഒരു ചോദ്യം അഥവാ സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും. നാം അറിയുന്നുണ്ട് അവരിൽ നിന്ന് ഭൂമി ചുരുങ്ങുന്നത്. ഇവിടെ ഭൂമി ചുരുങ്ങുക കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇവരുടെ ഈ ആളുകൾ പറയുന്നത് ഭൂമിയിലേക്ക് മരിച്ചു കഴിഞ്ഞ് ലയിച്ചതിന് ശേഷം, മണ്ണിനോട് ലയിച്ചതിന് ശേഷം അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫഖബറ സുബ്ഹാനഹു അന്നഹു ഖദ് അലിമ മാ തൻഖുസുൽ അർളു മിൻ ലുഹൂമിഹിം വഇദാമിഹിം വഅശ്ആരിഹിം. അല്ലാഹു തആല കൃത്യമായി അറിയുന്നുണ്ട് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട കോടാനുകോടി ആളുകളുടെ തൊലിയും ശരീരവും ഇറച്ചിയും എല്ലും രോമങ്ങളും എല്ലാം ദ്രവിച്ച് ഭൂമിയിൽ എവിടെയാണ് പോയത് എന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅന്നഹു കമാ ഹുവ ആലിമുൻ ബിതിൽകൽ അജ്സാ, അത് ഓരോന്ന് എങ്ങനെയായി എന്നും എവിടെയാണെന്നും കൃത്യമായി അല്ലാഹു തആലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ എല്ലും തൊലിയുമായിട്ട് ഈ ഭൂമി ചുരുങ്ങുന്നത് അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശം. ഇവിടെ പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്നത്, പുനരുദ്ധാനത്തെ അല്ലാഹു തആല സ്ഥാപിക്കുന്നത് അല്ലാഹുവിന്റെ 3 സിഫത്തുകൾ കൊണ്ടാണ്. ഒന്ന് കമാലുൽ ഇൽം, അല്ലാഹുവിന്റെ പൂർണ്ണമായ ഇൽമ്. 2 കമാലുൽ ഖുദ്റ, അല്ലാഹുവിന്റെ പൂർണ്ണമായ കഴിവ്. 3 കമാലുൽ ഹിക്മ, അല്ലാഹുവിന്റെ പൂർണ്ണമായ ഹിക്മത്ത്. ഈ 3 എണ്ണത്തിനെ നിഷേധിച്ചിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും പറയാറുള്ളത്. അവർ പറയുന്ന 3 പ്രധാനപ്പെട്ട അസ്ലുകൾ എന്താണ്? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അഹദുഹ ഇഖ്തിലാതു അജ്സാഇഹിം ബി അജ്സാഇൽ അർദി അലാ വജ്ഹിൻ ലാ യതമയ്യസു വലാ യഹ്സുലു മഅഹു തമയ്യുസു ശഖ്സിൻ അൻ ശഖ്സിൻ. അവരുടെ അവയവങ്ങൾ അവരെല്ലാവരും ഭൂമിയിലേക്ക് ലയിച്ചുപോയി. നമ്മൾ മരിച്ചാൽ എന്താ ഉണ്ടാവുക? മണ്ണിൽ കടന്നിട്ട് അതിലേക്ക് ലയിച്ചു പോകും. അങ്ങനെ ലയിച്ചുപോയി ഒരാളെയും വേറൊരാളെയും വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലയിച്ചു പോകുന്നത് ഒരറിവുണ്ടാവൂല. അല്ലാഹുവിന്റെ ഇൽമിനെ അവർ നിരാകരിക്കും. രണ്ടാമത്തേത് അന്നൽ ഖുദ്റത ലാ തതഅല്ലഖു ബിദാലിക്, ഇതിന് കഴിവുണ്ടാവൂല, തിരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടാവൂല. മൂന്നാമത്തേത് അന്നദാലിക അംറൻ ലാ ഫായിദത ഫീ, ഇനി ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നാൽ തന്നെ അതിലൊരു ഫായിദയില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓരോ കാലത്ത് ആളുകൾ മരിക്കുക പറഞ്ഞാലും കുല്ലമാ മാത ജീലൻ ഖലഫഹു ജീലുൻ ആഖർ, ഒരു സമുദായം മരിച്ചു പോകുന്നു, അതിന് പകരം അതിന്റെ വേറൊരു തലമുറ വീണ്ടും വരുന്നു. ആളുകളെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കുക അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഈ ആളുകൾ പറയും. ഈ 3 അടിസ്ഥാനങ്ങൾ ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എപ്പോഴും ദൃഢത കൈവരിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് ശുബ്ഹത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ശുബ്ഹത്തുകൾ. ദുനിയാവിന്റെ ആളുകളുടെ ഏക പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുനിയാവാണ് എല്ലാം, ഇത് നിലനിൽക്കുന്നതാണ്, ഇതിൽ ഞാൻ എന്റെ ഇഷ്ടമുള്ള കാലത്തോളം എനിക്ക് ആസ്വദിക്കാൻ പറ്റും, എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. എന്നാലും മുഅ്മിനെ സംബന്ധിച്ചോളം എന്താണ്? അവൻ രാവിലെയായ വൈകുന്നേരം പ്രതീക്ഷിക്കുന്നില്ല, അവൻ രാത്രിയായ രാവിലെയും പ്രതീക്ഷിക്കുന്നില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ വിട്ടുപോകേണ്ട, കേവലം എന്നെ നിയോഗിച്ച ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ദുനിയാവിൽ എന്നാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. അങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഒരു 60 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലഘട്ടമാണ്.
മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ 60 വർഷം പറഞ്ഞാൽ 60 സെക്കൻഡിന്റെ അത്ര ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് അത്ര നിസ്സാരമായിരിക്കും. കാരണം അല്ലാഹു തആല അങ്ങനെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, 1 ലയിച്ചു ചേർന്ന ശേഷം വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, 2 അതിനുള്ള കഴിവുണ്ടാകില്ല, 3 അതുകൊണ്ട് അതിലൊരു ഹിക്മത്തുമില്ല. ഈ 3 കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഈ 3 പൂർണ്ണമായ സിഫത്ത് കൊണ്ടാണ് മറുപടി പറയുന്നത്. ഒന്നാമത്തേത് തഖ്യീറു കമാലി ഇൽമി റബ്ബി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ ഇൽമിനെ സ്ഥാപിച്ചുകൊണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ കാണാം. കുഫാറുകൾ ചോദിക്കുമായിരുന്നു, മയ്യുഹിൽ ഇദാമ വഹിയ റമീം, ആരാണ് ഈ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുക? നുരുമ്പിപ്പോയ മരിച്ചുപോയ നമുക്കറിയാം, എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ, കത്തിച്ചു കളഞ്ഞാലും അല്ലെങ്കിൽ ഭൂമിയിൽ കിടന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം പൊടിഞ്ഞു ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആരാണ് തിരിച്ചു കൊണ്ടുവരിക? സുബ്ഹാനല്ലാഹ്, ഇതാണ് വിശ്വാസത്തിൽ ഭയങ്കര പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. നമ്മൾക്ക് വിശ്വാസം കുറയുമ്പോ നമുക്ക് ദുനിയാവിന്റെ ആളുകൾ ദുനിയാവ് ആഘോഷിക്കുന്നത് കാണുമ്പോ, ആസ്വദിക്കുന്നത് കാണുമ്പോ പലപ്പോഴും നമുക്ക് തോന്നും, ഒരു ദുനിയാവ് എന്ത് രസമാണ്, അവർക്ക് എന്ത് സിനിമയും കാണാം, അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യുക, അവർക്ക് ഏത് വേഷം ധരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ തോന്നും നമുക്ക് അതിലേക്ക് നമുക്ക് ആസ്വദിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഇത് മാത്രം ആലോചിച്ചാൽ മതി. മരിക്കുമെന്നുള്ളതും പുനരുദ്ധാനമുണ്ട് എന്നുള്ളതും വിശ്വാസം ശക്തിപ്പെട്ടാൽ അവർ ചെയ്യുന്നതെല്ലാം നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഗുഫാറുകൾ ചോദിക്കും, ആരാണ്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖുൽ യുഹീഹല്ലദീ അൻശാഹാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എല്ലായി പൊടിയായതിനു ശേഷം ആരാണ് ഞങ്ങളെ വീണ്ടും കൊണ്ടുവരിക? അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ ഒന്നാമത് ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം അവിടെ ഉണ്ടായല്ലോ, എല്ലുണ്ടായല്ലോ, അതെങ്ങനെയായിരുന്നു? അതുണ്ടാക്കിയ അള്ളാഹുവിന് എന്താണ് നിങ്ങൾ രണ്ടാമതുണ്ടാക്കാൻ പണിയുള്ളത്? ഒരു വട്ടം ഉണ്ടാക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതില്ലായതിനു ശേഷം പിന്നെ ഉണ്ടാക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് അള്ളാഹു തആല ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല അത് പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിനും കഴിവുണ്ടാവില്ല എന്നുള്ളത്. അതിനുള്ള മറുപടി തഖ്രീറു കമാലി ഖുദ്റതിഹി, അള്ളാഹുവിന്റെ പൂർണ്ണമായ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങളെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലാഹുവിന് കഴിവില്ലയോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കണം.